റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്തിരുന്നതാണ് യാസീൻ സൂറത്ത്. യാസീൻ സൂറത്ത് ആ യാസീനിലുള്ള ആയത്തല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലയോ? اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് اليوم نختم على أفواههم. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് സർവരും എത്തിച്ചേരുമ്പോ ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ നിന്റെ നാവില്ലയോ? കള്ള സത്യം ജഡ്ജിയുടെ മുന്നിൽ പോലും പറഞ്ഞ നിന്റെ നാവില്ലയോ? അല്ലാഹുവിന്റെ ദർബാറിലെത്തുമ്പോ ഈ നാവിന്റെ സംസാര വൈഭവത്തെ അല്ലാഹു എടുത്തു കളയുകയാണ്, അല്ലാഹു ഇല്ലാതാക്കുകയാണ്. നാവിനങ്ങ് സീല് വെക്കും, നാവിന്റെ ഭാഷണത്തെ അള്ളാഹു ഇല്ലാതാക്കും, ആ സംസാര വൈഭവം കൈക്കങ്ങ് കൊടുക്കും. അതെങ്ങനെ ഇപ്പൊ ഈ നാവിന് സംസാരിക്കാരാ കഴിവെടുത്ത്? നമ്മുടെ വേറെ ഏത് അവയവം ഇട്ട് ഇങ്ങനെ അനക്കിയാലും ഒന്നും വരുന്നില്ലല്ലോ, ഒച്ചയൊന്നും വരുന്നില്ലല്ലോ, നമുക്ക് തിരിയുന്നുമില്ലല്ലോ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ നാവ് കൊണ്ട് ഇങ്ങനെ നാവിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ വർത്താനം പറയുമ്പോൾ അതിലൊരു സംഭാഷണ രീതി ഉണ്ടാകുന്നു, അത് നമുക്ക് ജനങ്ങൾക്ക് തിരിയുന്നു. എന്താ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത്? എന്താ ഇതേപോലെ ലോകം ഏറെ ഏത് അവയവട്ട് അടിച്ചാലും ഒരൊന്നുമില്ല, ഒന്നും ആൾക്കാർക്കൊന്നും തിരിയുന്നുമില്ല, മനസ്സിലാകുന്നുമില്ല. തിരിയും അത് ബസ്സിൽ കയറി എന്നിട്ട് ചില ബസ്സിൻ്റെ കണ്ടക്ടറെ കാണിക്കും ഇങ്ങനെ, അതിങ്ങനെ ചില സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അത് അവരുടെ കൈ കൊണ്ടുള്ള ചില പ്രക്രിയകൾ, അത് കണ്ടിട്ടില്ലേ? ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്, മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങനെ. ചില അവരിങ്ങനെ ബസ്സിൽ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് കയറിയാൽ പുറകിൽ നിൽക്കുന്നവരിങ്ങനെ കാണിക്കും. ഇവനോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എവിടെയാണ് നീ കയറുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഇന്നെടുത്താന്ന് പറയും. അപ്പോൾ കറക്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും, ആ കയ്യിൽ അവൻ കറക്റ്റോടെ കുറിച്ച് വെക്കും ആ സ്ഥലം. അത് ചിലത് അതല്ല ഞാൻ പറഞ്ഞത്, എന്നാലും അത് പൂർണ്ണ സംസാരമല്ല, അത് ആ സ്ഥലത്തിൻ്റെ മാത്രം ചില കാര്യങ്ങൾ കോഡ് ഭാഷ കാണിക്കുന്നതാണ്. നാവ് പോലെ വരൂല എന്തായാലും. ഈ നാവിൻ്റെ സംസാര വിഭവം എടുത്തു കളയും ആഖിറത്തിൽ ചെല്ലുമ്പോൾ. അതൊക്കെ ഭയങ്കര ആ സിസ്റ്റം ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം ഈ നാവ് കൊണ്ട് നീ എത്രയോ കളവ് പറഞ്ഞാൽ അത് നാളെ നടക്കൂല. നാളെ സംസാരിക്കുന്ന അള്ളാഹുവിനോട് മുഴുവൻ സത്യം വിളിച്ചു പറയും, അതിൻ്റെ കൈകളാണ് പറയുന്നത്. ഖുർആൻ പറയാൻ വിശ്വസിച്ചേ പറ്റുള്ളൂ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക്, അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുമ്പോ നിന്നിലേക്ക് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിനോട് സംസാരിക്കുന്നത്, മനുഷ്യ നിങ്ങളുടെ കൈകളാണ്, കൈകളാണ്. നീ നമസ്കരിച്ച നമസ്കാരം, നിന്റെ നോമ്പുകൾ, നിന്റെ സക്കാത്തുകൾ, നിന്റെ ഹജ്ജുകൾ, നിന്റെ സുഹൃതങ്ങൾ, നീ ദീനിനെ സഹായിച്ചത്, നീ മജ്‌ലിസുൻ നൂറിൽ പങ്കെടുത്തത്, നീ ആലിമീങ്ങളെ ബഹുമാനിച്ചത്, നീ മുത്തഅല്ലിമീങ്ങളെ ആദരിച്ചത്, എല്ലാ കാര്യങ്ങളും നിന്റെ വലത് കൈ വിളിച്ചു പറയുകയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തശ്ഹദു അലമു ഫഖദിഹിൽ ലുംനാ, അവന്റെ വലത് കാലിന്റെ തുടയല് അനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈ നിന്റെ നന്മ വിളിച്ചു പറയുമ്പോൾ വലത് കാലിന്റെ തുടയല് അനുകൂലമായി സാക്ഷി നിൽക്കും. ശരിയാണ് റബ്ബേ, ആ കൈ പറഞ്ഞത് റെഡിയ, അവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. നിസ്കരിച്ചിട്ടുണ്ടെങ്കിലാകട്ടെ, നിസ്കാരത്തിലൊക്കെ വിമുഖത കാണിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് ദീനിന്റെ പ്രവർത്തനം നടത്തിയാലും നമസ്കാരത്തിൽ നമ്മൾ താല്പര്യം വെച്ചിട്ടില്ലെങ്കിൽ പോയി. ബൈത്തുൽ ഇസ്സയുടെ ഓണർ എത്തിയിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിസ്കാരത്തിന് നമ്മൾ മോശത്തരം കാണിച്ചാൽ പോയി, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ചെറുപ്പക്കാർ നല്ലതുപോലെ ശ്രദ്ധിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്, ജീവിതത്തിൽ എന്ത് അമലും ചെയ്തിട്ട് കാര്യമില്ല. നമസ്കാരത്തിൽ നീ മോശത്തരം കാണിച്ചവനാണോ, നമസ്കാരം അശ്രദ്ധ വെച്ചവനാണോ, എങ്കിൽ നീ വിജയിക്കുകയില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون.
നമസ്കാരം നിലനിർത്തുകയും അതിൽ ഭയഭക്തി വെക്കുകയും ചെയ്യുന്നതായ ആളുകളുണ്ടോ, അത്തരത്തിലുള്ള മുഅ്മിനീങ്ങൾ വിജയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കാരം വേണം. എന്തിനു തർത്തീബ്? അതാണ് നിർബന്ധമായിട്ടും. നമസ്കാരം വിശ്വാസിയുടെ പ്രകാശം എന്ന് പറഞ്ഞ് വിനീതം പറഞ്ഞ പ്രസംഗം തന്നെ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അതിൽ ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു വിഷയമായി അതിനെ കാണരുത്, വലിയ അർത്ഥവത്തായൊരു വിഷയമാണ്. സാന്ദർഭികമായി ഞാൻ അതിലേക്ക് ഓർമ്മപ്പെടുത്താൻ നമുക്ക് സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും യാസീൻ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യ നീ ചെയ്യുന്നതാകുന്ന നന്മകളെ നിന്റെ കൈ വിളിച്ചു പറയും. വലത് കൈ നന്മകളെ വിളിച്ചു പറയുമ്പോൾ വലത് തുടയല് അതിനനുകൂലമായി സാക്ഷി നിൽക്കും. അപ്പൊ ഇടത് കൈ വിളിച്ചു പറയും, അല്ലാ ഇവൻ കള്ളു കുടിച്ചവനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, ഇവന് പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവനാണ്, ഇവൻ മോശപ്പെട്ട ജീവിതം നയിച്ചവനാണ്. അല്ലാ ഇടത് കൈ വിളിച്ചു പറയും. ഇടതുകാലിന്റെ തുടയല് അതിനനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് ഖുർആൻ പറഞ്ഞത്, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മനുഷ്യ മാനവ, നീ ചെയ്തതാകുന്ന തെറ്റുകളെ നിന്റെ ഇടത് കൈ വിളിച്ചു പറയുമ്പോ സാക്ഷി നിൽക്കുന്നത് കാലാണ്, നിന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയാണ് റബ്ബേ, ഇവൻ വ്യഭിചരിച്ചവനാണ്. അല്ലാഹ് ഇവന്റെ ലൈംഗിക അവയവത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവമാണ് റബ്ബേ, ഞാൻ തുടയല്ല വിളിച്ചു പറയുകയാ, അതുകൊണ്ട് ഞാനതിനെ വാസ്തവീകരിക്കുന്നു. അല്ലാഹ് ഞാൻ സാക്ഷി നിൽക്കുന്നു, ശരിയാണ്, ഇവനെ കൊണ്ടുപോയിക്കോ നരകത്തിലേക്ക്. തീർന്നില്ലേ മനുഷ്യന്റെ അവസ്ഥ? സ്വന്തം അവയവം തന്നെ റബ്ബിനോട് എതിരായി സാക്ഷി നമുക്കെതിരായി നിന്നാൽ തീർന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായികും മിൻ അജ്വാഫികും. അത് ശ്രദ്ധിക്കണ ഒരു വിഷയം ഇത്. ചില ആളുകളുണ്ട്, കല്യാണം കഴിഞ്ഞാലും പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പുറത്തെ താത്താര്. അത് വലിയ വിഷയമാണ്. അവിടെ ശ്രദ്ധിക്ക്. അതിന് ഹദീസ് നല്ലതുപോലെ ശ്രദ്ധിക്ക്. വ്യഭിചാരം ഇപ്പം നമ്മൾ പഠിച്ചു, എന്ത്? ലൈംഗിക അവയവങ്ങൾ കൊണ്ട് മാത്രമുള്ളതല്ല വ്യഭിചാരം, എല്ലാ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അത് നമ്മൾ പഠിച്ച് ഹദീസ് കൊണ്ട് പഠിച്ചതാണ്. അതാണ് നമ്മളെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഇനി ഈ അവയവങ്ങൾ കൊണ്ടൊന്നും വ്യഭിചരിക്കരുത്, അതാണ് നബിതകൾ പറയുന്നത്. ഒരവയവം കൊണ്ട് പോലും വ്യഭിചരിക്കരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസിനൂ, വ്യഭിചരിക്കരുതേ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായികും മിൻ അജ്വാഫികും. അങ്ങനെ നിങ്ങൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഭാര്യയുണ്ടായിരിക്കെ അന്യ പെണ്ണിലേക്കൊരു താല്പര്യം വെച്ചു കഴിഞ്ഞാൽ, അവളെ നീ ഹറാമായ രീതിയിൽ ഒരു നോട്ടം കൊണ്ട് നോക്കിയാൽ, പെണ്ണേ നിന്റെ ഭർത്താവില്ലാത്ത സമയത്ത് അന്യ പുരുഷനിലേക്ക് നീ ഒരു ഹറാമായ നോട്ടം നോക്കിയാൽ, കൈകൊണ്ടൊരു സ്പർശനം നടത്തിയാൽ, ഹറാമായ തലത്തിലേക്ക് നീ ഒന്ന് നടന്നു പോയാൽ, അവനുമായി ഒരു ഭാഷണം നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയാൽ, ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായികും മിൻ അജ്വാഫികും. പിന്നെ നീ നിന്റെ ഇണയോടുള്ള ബന്ധപ്പെടുമ്പോ നിനക്കുള്ള ആദ്യത്തെ ആസ്വാദതയെ അല്ലാഹു മനസ്സിൽ എടുത്തു കളയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഭാര്യയുമായി ആദ്യം ബന്ധപ്പെടുമ്പോഴുള്ള ഒരു ആസ്വാദതയുണ്ട്, അത് പിന്നെ ഉണ്ടാവൂല. വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ട് കൊള്ളാവല്ല താത്താര് എന്ന് പറഞ്ഞിരുന്നാല് പിന്നെ നിന്റെ ഭാര്യയുമായിട്ടുള്ളൊരു ആസ്വാദത അള്ളാഹു എടുത്തു കളയും. നിസ്സാര വിഷയമല്ല ഇത്. സ്ത്രീകൾ ശ്രദ്ധിച്ചോ. എൻ്റെ ഇക്കായക്കാര് നല്ല മൊഞ്ചാണല്ലോ എന്ന് കരുതിയിട്ട് അന്യപുരുഷന്മാരെ നോക്കി
അങ്ങനെ നീ താല്പര്യം മനസ്സുകൊണ്ടൊരു താല്പര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഇക്കയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താ? ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇക്കും മിൻ അജ്വാഫിക്കും. മനസ്സിൽ നിന്ന് ആ ഒരു താല്പര്യം അല്ലാഹു എടുത്തു കളയും. മനസ്സ് കണക്ഷൻ അങ്ങോട്ട് കൊടുക്കും, പിന്നെ പിശാച് പിടിച്ചിരിക്കുക, പിന്നെ അങ്ങോട്ടും പോകും. ഇതാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നിസ്സാര കാര്യമല്ല ഇത്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണ്, പിന്നെ വിവാഹത്തിന് വേറൊരു പെണ്ണ്, മനസ്സിൽ മറ്റേ പെണ്ണ് ഇങ്ങനെ കടക്കുക ഇവൻ്റെ മനസ്സിൽ. എന്നിട്ട് പിന്നെ വേറെ പെണ്ണൊരു രാഹത്തിനും കെട്ടിയേക്കുക. കുടുംബക്കാർ പറഞ്ഞില്ല എന്തായാലും കോളേജിൽ പഠിക്കുമ്പോൾ ഒന്ന് പ്രേമിക്കേണ്ട മൂല്യാരെ എന്ന രീതിക്ക് അങ്ങ് പ്രേമം നടത്തിക്കൊണ്ട് പോകും. പിന്നെ കല്യാണം ആകുമ്പോഴത്തേക്കും വാപ്പ പറഞ്ഞ ആ ചെറുക്കം വേണ്ട, അവന് സുഖമില്ല, അവൻ കഞ്ചാവ് അടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ കള്ളു കുടിക്കാൻ നോക്കിയിട്ട് വേറെ കെട്ടിയേക്കും. പ്രായത്ത് വേറെ എന്തിനു കൊണ്ടുവരും. ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് കെട്ടുക. അപ്പം എന്തായി? വിഷയം മനസ്സിങ്ങനെ ചാഞ്ചല്യപ്പെട്ടു പോയി. അള്ളാഹുവിനെ ഔദുബില്ല, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വലിയ വിഷയം തന്നെയാണ്, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ ബാധ്യത അതാണ്. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായത് കാണരുത്. കണ്ണുകൊണ്ട് വളരെ ശ്രദ്ധിക്കണ്ടല്ലേ. 3 കൂട്ടരാണ് നരകത്തിൽ കടക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പഠിക്കേണ്ടതാണ് നമ്മൾ. قال رسول الله صلى الله عليه وسلم عين غلت عن محارم الله. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ സലാസുൻ ലാ തുറാ അഅ്യുനുഹുമുൻ നാർ. 3 കൂട്ടർ നരകത്തിൽ കടക്കുകയില്ല. 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അതിൽ ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു പുരുഷനുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ, സിനിമ കാണാത്ത കണ്ണുണ്ടോ, സീരിയൽ ദർശിക്കാത്ത പുരുഷന്റെ കണ്ണുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നെറ്റ് റീചാർജ് ചെയ്യുന്നത് എന്തിനാ? ഈ 2GB ഒക്കെ റീചാർജ് ചെയ്യുന്നത് എന്താണ്? വല്ല വാത് കേൾക്കാനാണ്? സിനിമ കണ്ട് തീർത്ത് സണ്ണി ലിയോന്റെ കൊച്ചാപ്പ മൂത്താപ്പ എല്ലാവരും കാണുന്നുണ്ട് കറാഹത്ത്. അതിനുവേണ്ടിയല്ലേ ഈ നെറ്റ് റീചാർജ്. ഇല്ല പിന്നെ എന്തിനാ ഈ 2GB 3GB? എത്ര വാത് കേട്ട്? എന്നാൽ ഒരു 10 ഹദീസ് ഇങ്ങോട്ട് പറഞ്ഞേട്ടെ. എത്ര വാത് കേട്ട്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഡെയിലി 2GB വെച്ചിട്ട് നെറ്റ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മക്കള്. ഇതെന്തിനാ സംഭവം? എന്താ കണ്ടു തീർക്കുന്നത്? എത്ര സിനിമാ പാട്ടുകൾ, എത്ര അശ്ലീലതകൾ! എന്താ നമ്മളിനി നന്നാവുന്നത്? ഈ ഏത് സമൂഹത്തോടാണ് പ്രബോധനം നടത്തുന്നത്? ആരാണിത് ഉൾക്കൊള്ളുന്നത്? നഊദു ബില്ലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ? ഡെയിലി 2GB വെച്ചിട്ടുള്ള നെറ്റ് റീചാർജ് ചെയ്യും. 499, 555 എല്ലാം ചെയ്ത് വെച്ചിരിക്കുക റാഹത്തായിട്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കാതിരിക്കുന്നില്ല. അവനവൻ്റെ മൊബൈൽ എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി എത്ര നെറ്റ് ഉപയോഗിച്ചെന്നുള്ളത് അവിടെ അറിയും. സംഭവം എല്ലാം തീർന്നിരിക്കുക. അത് 2GB തന്നെ ഇപ്പം ഒന്നും തികയുന്നില്ല ഹാജിയാരെ എന്ന് പറയുന്ന നിലയ്ക്കാണ് കുട്ടികൾ നിൽക്കുന്നത്. പോൺ വീഡിയോകൾക്കൊക്കെ ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 2.5 മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പത്രത്തിൽ വന്ന വാർത്തയാണ്. ഉത്തരാഖണ്ഡിലുള്ളതാകുന്ന ഒരു കലാലയത്തിൽ കൗമാരപ്രായപ്രകുന്ന ചെറുപ്പക്കാർ കൂട്ടുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ, 9ാം ക്ലാസ്സിലുള്ളതാകുന്ന ഒരു കൂട്ടുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്നതാകുന്ന പോൺ വീഡിയോസ് മുഴുവനും റദ്ദ് ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അശ്ലീലമാക്കപ്പെട്ട വീഡിയോകളൊന്നും കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ മൂല്യരെ എന്ന് പറയണ്ട, അത് വേറെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്നതാകുന്ന വീഡിയോകളൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടു. അത് 864 പോൺ സൈറ്റുകളാണ് റദ്ദ് ചെയ്തത്. അത് പിന്നെ ഒരു അളവ് കൊടുത്തു 30 എണ്ണം ഒഴിവാക്കി 824 എണ്ണം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഒരു മാസത്തിൽ തന്നെ 1 മില്യൺ അശ്ലീല പോൺ സൈറ്റുകളാണ് ഇന്ത്യയിൽ മാത്രം അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രം 1 മില്യൺ. അപ്പോൾ എത്രത്തോളം അശ്ലീലതകൾ ഈ ലോകത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിനെ തെളിവാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിലെ നബി തങ്ങൾ പറഞ്ഞു യക്സുറു സിന വയക്സുറു ഔനാദു സിന. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. വ്യഭിചാരം അധികരിക്കും എന്ന് പറഞ്ഞാൽ അശ്ലീലതകൾ കണ്ണുകൊണ്ട് കാണുന്ന നിലയ്ക്കും കണ്ണിൻ്റെ വ്യഭിചാരം അധികരിക്കും. അങ്ങനെയും അർത്ഥം വെക്കാം. കണ്ണിനും വ്യഭിചാരം ഉണ്ടല്ലോ, അല്ലാതെ ലൈംഗിക ബന്ധം മാത്രമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ വ്യഭിചാരം അത് നല്ലതുപോലെ അധികരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അശ്ലീലത രാത്രിയിൽ പുതപ്പിൻ്റെ തൊട്ടിട്ട് റാഹത്തായിട്ട് 2 പടങ്ങൾ കണ്ടിട്ട് റാഹത്തായിട്ട് ഉറങ്ങുക. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇല്ലെങ്കിൽ സിനിമാ പാട്ട് കേൾക്കുക, അശ്ലീലത കാണുക. അതൊക്കെ അല്ലേ അന്യ പെണ്ണിലേക്കല്ലേ നോക്കുന്നത്, അന്യ പുരുഷനിലേക്കല്ലേ നോക്കുന്നത്. ഹറാമായ നോട്ടമല്ലേ. എന്തായാലും നമ്മൾ നന്നാവാത്തത്? ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഐനുൻ ഖല്ലതൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാത്ത കണ്ണേതൊരു സഹോദരനുണ്ടോ, ഏതൊരു ചെറുപ്പക്കാരിക്കുണ്ടോ, ഏതൊരു പ്രിയപ്പെട്ട ഉമ്മയ്ക്കുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകൾ ആർക്കുണ്ടോ അവർ തീർച്ചയായും നരകീയ മോചനം കിട്ടിയവരാണ്. അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്. അപ്പൊ ഈ രാത്രി നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ ഇവിടെ മജ്‌ലിസുൻ നൂറിന്റെ സദസ്സില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ചില ആളുകൾക്കൊക്കെ അതൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും. ഇതില്ലെങ്കിൽ എന്താ, ഈ കുട്ടികളൊക്കെ പോയിരുന്നിട്ട് ഒന്നില്ല സിനിമ കാണും, അല്ലെ സീരിയൽ കാണും, അല്ലെ വാട്സാപ്പ് നോക്കും, ഫേസ്ബുക്ക് നോക്കും, ഇടയ്ക്ക് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. എൻ്റെ പരിപാടി. എങ്ങനെ വന്നാലും ഒരു അശ്ലീലത കാണാതെ ഈ മണിക്കൂറുകൾ തള്ളി നീക്കൂല. അത് ലോകത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വാട്സാപ്പ് എടുക്കും, പടച്ചവനെ എന്തായി നമ്മുടെ ഇതാണ് പരിപാടി. എത്ര ഗ്രൂപ്പുകളാണ് വാട്സാപ്പിൽ തന്നെ. പലതിനും ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, അങ്ങനെ ഫുഡിൻ്റെ ഗ്രൂപ്പ്, നാട്ടുകാരുടെ ഗ്രൂപ്പ്, അല്ലാത്ത ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പും ഉണ്ടാവും അല്ലേ. എത്ര അശ്ലീലത കാണാൻ, അശ്ലീലതയ്ക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഗ്രൂപ്പ്. എത്ര മോശപ്പെട്ട വീഡിയോസുകളാണ് വരുന്നത്, എത്ര ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആന്റെ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതി തീർക്കുന്നവരുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ഹൃദയപിടി ഉണ്ടായിട്ടുണ്ട്. ക്രൈമാണ് മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വസ്തു. എപ്പോഴും നമുക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഇങ്ങനെ നമ്മളിങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ മനസ്സങ്ങനെയായിപ്പോയി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ് അവ തീർച്ചയായും നരകീയ മോചനം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാളെ പടച്ചറബിൻ്റെ ദർബാറിൽ നമുക്ക് പറയാൻ സാധിക്കണം, അല്ലാഹു ഈ സദസ്സിൽ ഞാൻ പങ്കെടുത്തു, ഇൽമിൻ്റെ സദസ്സിൽ. ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ചതാകുന്ന രാവുകളാക്കി ആ സദസ്സിനെ അല്ലാഹു മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് പറ്റണം, എങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നരകമെന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയല്ല ഞങ്ങൾക്കറിയേണ്ടത്, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ, നരകത്തിൽ നിന്ന് കാവൽ കിട്ടുന്നല്ലേ പറഞ്ഞത്. നരകം എന്താണ് അതറിയണ്ടേ, പഠിക്കണ്ടേ. അപ്പോഴേ നരകത്തിന്റെ ഭീകരത അറിയുമ്പോഴല്ലേ അതിൽ കടക്കാതിരിക്കുന്നതിന് മഹത്വം അറിയുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നഹു വനഹലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഒരു കൂട്ടം അനുയായികൾ ചോദിക്കുകയാണ്, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറയണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല സ്വഹാബാ, നരകത്തിന്റെ വലുതയാ പറഞ്ഞു തരൂല. നരകത്തിന്റെ വലിയ ശിക്ഷ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റൂല. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഇന്നഹു വനഅഖിലിന്നാരി അദാബാ മല്ലഹു നഅലാനി വശറാഖാൻ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? നരകത്തിലേക്ക് കടന്നാലുടനെ നീ ബാത്റൂമിൽ കിടക്കുമ്പോ നീ ധരിക്കുന്ന ഹവായി ചെരുപ്പ് പോലെയുള്ള 2 വള്ളികളുള്ള ചെരുപ്പ് നിനക്ക് ധരിപ്പിക്കുമത്രേ. യുഗ്ലാ മിൻഹാ ദിമാഗുഹു,
ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി നിന്റെ മുട്ടിലൂടെ, നിന്റെ തുടയിലൂടെ, നിന്റെ ആമാശയത്തിലൂടെ, നിന്റെ കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വരുകയാണ്, പ്രസരിക്കുകയാണ്. നിന്റെ കാലിലിട്ടതാകുന്ന ചെരുപ്പിന്റെ ചൂട് നിന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുഗ്ലാ മിൻഹാ ദിമാഗുഹു കമാ യുഗ്ലിൽ മിർജലു. കറി വെക്കുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് തീ കൊണ്ട് ചൂടാകുമ്പോ അതിൽ കടുകിടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ നീ ചെരുപ്പിട്ട കാരണത്താൽ നിന്റെ ചൂട് അതിലൂടെ കടന്നു വന്ന് നിന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് ചെരുപ്പിന്റെ ചൂട് കടന്നു വരുകയാണ്. അത് നരകത്തിന്റെ ചൂടാണ്. ആ ചൂടങ്ങോട്ട് കടന്നു വന്ന തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കിട്ടൂല. നരകത്തിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ഇതാ. അങ്ങോട്ട് കടന്ന ഉടനെ ആചാര്യക്ക് വന്ന് ചെരുപ്പം കിട്ടു കൊടുക്കും. ചെരുപ്പിട്ട് കൊടുത്താണെങ്കിൽ ഒരു തവിയും സ്പൂണായിട്ട് നിന്നോണം, തലച്ചോറ് വെന്തുരുകി വെളി വരും. അതാണ് സ്റ്റൈല്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത്ര ചൂടാണ് ആ ചെരുപ്പിന്, അത്ര ചൂടാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കണം. അപ്പൊ നരകീയ മോചനം കിട്ടാന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്, ചെറിയ കാര്യമല്ല. 3 കൂട്ടർക്കാണ് നരകീയ മോചനമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ ആദ്യമായി പറഞ്ഞത് ഹറാമ് കാണാത്ത കണ്ണാൻ. രണ്ടാമത്തത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാ. പാതിരാത്രി സമയത്ത് വാളിന്റെ സദസ്സിലേക്ക് വന്നവരെ, ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവരെ, സിനിമാ പാട്ടുകളും സിനിമകളും മോശപ്പെട്ട ഫിലിമുകളും ഉപേക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ ജീവസുറ്റതാക്കിയ ഉമ്മ, പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, എന്റെ കുടുംബത്തെ പോറ്റുന്നവരാണ്, നീ ബറക്കത്ത് ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പൊട്ടിക്കരയുന്ന സഹോദരി, നിനക്ക് നാളെ നരകീയ മോചനമാണ്. നബിയുനാ റസൂലുള്ളാഹി. വഅയ്റു ഖറജത് മിൻഹാ തുമൂ മിസല ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ചുകൊണ്ട്, പടച്ചറപ്പേ ഞാൻ തെറ്റ് ചെയ്തു പോയ അല്ലാ, സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി, ഹറാമുകൾ കണ്ടുകൊണ്ട് ഞാൻ എന്റെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിപ്പോയി അല്ലാ, അന്യ പെണ്ണുമായി ബന്ധം പുലർത്തിപ്പോയി റബ്ബേ, നീ പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞു. നരകീയ മോചനമുണ്ടവർക്കെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? 3 കൂട്ടർക്കാണ് നരകീയ മോചനം. ഒന്ന്, ഹറാമ് കാണരുത്. അതിൽ സിനിമ മാത്രമല്ല, സീരിയൽ മാത്രമല്ല, അശ്ലീലത കാണൽ മാത്രമല്ല, അന്യ പുരുഷന്മാർ, അന്യ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണൽ തന്നെ ഹറാമാണ്. അങ്ങനെ അതുപോലെ ശ്രദ്ധിച്ച് നിലകൊണ്ടു. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ രാത്രിയുടെ യാമങ്ങളെ ജീവസുറ്റവരാക്കി. അതെല്ലാ രീതിയിലും, ഒന്നിലെ വഅദ് കേൾക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ, അല്ലെങ്കിൽ സ്വലാത്ത്, അങ്ങനെ നല്ല കാര്യത്തിനുമേൽ രാത്രിയെ സജീവമാക്കി. എന്ന് പറഞ്ഞാൽ പകല് തെറ്റിയണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് രാത്രി കൂടുതൽ ഇബാദത്തുമായി അവൻ മുഖരിതമായി എന്നർത്ഥം. 3-മത്തത് ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും, എന്ന് പറഞ്ഞാൽ കടുകുമണി വലുപ്പത്തിലെങ്കിലും അവനെന്താ കണ്ണുനീര് കണ്ണിൽ വരുത്തിയിട്ട് അള്ളാഹയോട് ദ്വാരക്ക, അള്ളാഹ് എനിക്ക് പുറത്തു തരണേ റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിക്കുന്നവൻ, അവനും നരകീയ മോചനമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ടെന്നർത്ഥം. ക്യാമ്പസുകളിലൊക്കെ പഠിക്കുമ്പോൾ നേരത്തെ പ്രണയജോഡികളായി പരസ്പരം കണ്ടും സംസാരിച്ചും ഭാഷണം നടത്തിയും ഫോം വിളിച്ചുമൊക്കെ രസിച്ചും രമിച്ചുമൊക്കെ അവസാനം വിവാഹം നടത്തി അതിലൂടെ മക്കളെ അള്ളാഹു സമ്മാനിക്കുമ്പോൾ ആ മക്കളോടുള്ള കടമയിൽ ഒന്ന് തന്നെ വീഴ്ച വരുത്തിയവരാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനി 2-മത്തെ കടമ, മക്കളോടുള്ള കടമയിൽ ഒന്നെന്താണ്? മാതാപിതാക്കൾ സാലിഹീങ്ങളായിരിക്കണം. 2 പേരും പരസ്പരം ശ്രദ്ധിക്കണമെന്നർത്ഥം. ആ വിഷയത്തിൽ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ വധുവിന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കെട്ടിവെച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിയട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ. വരൻ സാലിഹാകണോ, ആള് കഞ്ചാവിന്റെ ആളാണോ, കള്ളുകൂടിയനാണോ, അതല്ല നല്ല റാഹത്താണോ എന്ന് പറഞ്ഞ് നല്ല ശ്രദ്ധിക്കണം. നല്ല ചെറുക്കനാണോ നോക്കിയിട്ട് വേണം വിവാഹം നടത്താൻ.
അല്ലെങ്കിൽ ആകപ്പെടും. വലിയ വിപത്താണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കടമ അതാണ്, അത് ശ്രദ്ധിക്കണം. 2 3 കടമ ഉള്ളത്. എത്ര കടമയുണ്ട്? എത്ര കടമ നമ്മൾ പറഞ്ഞിരുന്നത് തുടക്കത്തിൽ? അനക്കം ഇല്ലല്ലോ, അത് പടച്ചവന് നരകം കേട്ടിട്ട് അനങ്ങായിരിക്കാം. എത്ര കടമയാണ്? 13 ഇപ്പൊ വെച്ച വന്നു. നിങ്ങൾക്ക് ഇവിടെ സമയം കഴിഞ്ഞു തോന്നല്ലേ? ആണോ? സമയം കഴിഞ്ഞല്ലോ അല്ലേ? നിർത്തണ? കുഴപ്പമില്ല. 10 മേലെ ആയി, 10 ഇനിയിപ്പോൾ നിർത്താം. 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. നല്ലതുപോലെ ശ്രദ്ധിക്ക്. 2 കാര്യങ്ങളോട് പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഒരുപാട് നീട്ടണ്ട, നല്ലതുപോലെ ശ്രദ്ധിക്ക്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, വഅയ്യുഹസ്സിന ഇസ്മഹു. കുട്ടിയോടുള്ള മാതാപിതാക്കളുടെ കടമയിൽ രണ്ടാമത്തത് കുട്ടിയുടെ പേര് നന്നാക്കണേ. നല്ല പേരിട്ട് കൊടുക്കുക, നല്ല പേരിട്ട് കൊടുക്കുക. അത് നിർബന്ധ, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഹദീസുണ്ട്, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളോട് ചെയ്യുന്ന മര്യാദയിൽപ്പെട്ട എന്ത്? മാതാപിതാക്കൾ കുട്ടിയുടെ പേര് തന്നേക്കുക. അർത്ഥമൊന്നും ഇല്ലാത്ത സുലൂന്നോ ഹുലൂന്നോ എന്തെങ്കിലും കിട്ടാൻ കൊടുക്കുക. ഒരർത്ഥം നോക്കിയിട്ടുണ്ടാവില്ല, ആരോട് ചോദിക്കലും ഇല്ല. നെറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് അങ്ങ് ഇടുകയാണ്. എങ്ങനെ സിനിമാ നടൻ്റെ പേര്, സിനിമാ നടിയുടെ പേര്, ലാഹോല വലാക്കോത്ത പിടിച്ചം കിട്ടേക്കുക. റാഹത്ത് കിടക്കട്ടെ, ഒരുത്തൻ അങ്ങനെ പൊയ്ക്കോട്ടെ. പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മക്കളോട് കാണിക്കുന്ന കടമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ക്രൂരതയാണത്, ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നു, നല്ല പ്രായമുള്ള മനുഷ്യനാണ്. പേര് ചോദിച്ചപ്പോൾ പേര് മോശപ്പെട്ട പേരാണ്. പേര് മാറ്റി അബ്ദുള്ള എന്ന് പേരിട്ട് കൊടുത്തു. ഹദീസിൽ കാണാം. ആ പേരങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. മുസ്ലിയാരെ പേരൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അതൊക്കെ ഇനി വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ പേര് മോശമാണെന്ന് എനിക്കറിയാം, ഇനി പേര് മാറ്റാന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. പേരും ഒപ്പം മാറ്റാം, ഗസറ്റ് ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുത്ത് ചെയ്യുന്നതിന് ഇപ്പം നിലവിൽ 3500 രൂപയുള്ളൂ. 3500 രൂപയ്ക്ക് 2 മാറ്റാം. കാരണം SSLC ബുക്കിൻ്റെ ആ ഒപ്പാണ് നമ്മൾ പിന്നെ എല്ലാം എടുത്ത് ഇടുക. അന്ന് ഒപ്പിടാൻ ചിലപ്പോൾ നല്ലപോലെ അറിയാനുണ്ടാവില്ല. അന്ന് എന്താണ്, ഒരു വര വരച്ചിട്ട് മേളിൽ 2 കുത്ത്, താഴെ 3 കുത്ത്, അങ്ങനെ കുത്തിട്ട് വെച്ചിട്ട് ഹാജിയാരെ കുഞ്ഞാപ്പൂന്ന് എഴുതി അങ്ങ് പോയിട്ടുണ്ടാവും. പിന്നെയാണ് അവൻ ഓർക്കുന്നത്, പടച്ചവനെ പിന്നെ പലയിടത്തും ഈ ഒപ്പിട്ട് കോലക്കേടാണല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒപ്പൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടാവും. ഒപ്പും പേരും 2 മാറ്റാം. 2 നിനക്ക് മാറ്റാൻ പറ്റും, അത് മുഴുവൻ മാറ്റാം. അപ്പം ചിലപ്പോൾ നമ്മൾ പല ബിരുദങ്ങളും എടുത്തിട്ടുണ്ടാവും. ആ ബിരുദങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് നിൻ്റെ പേര് ഭയങ്കര പർവ്വതീകരിച്ച് ഭയങ്കര റാഹത്താക്കണം. പറ്റും, ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്. അതിന് ആ ബിരുദം എടുത്തതാകുന്ന നിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഗസറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അത് നേരെ പബ്ലിഷ് ചെയ്യും, പത്രത്തിൽ കൊടുക്കും. പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടിട്ടില്ലേ ചില പരസ്യങ്ങളൊക്കെ വരുന്നത്, അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവരിട്ടോളും. അതിനെല്ലാം കൂടി എമൗണ്ടാണ് ഈ 3500 രൂപ. ഒപ്പം മാറ്റാം, പേരും മാറ്റാം. അതൊന്നും വലിയ വിഷയമുള്ള കേസല്ല. അത് കുറച്ചാൾ കഴിയുമ്പോൾ അവരൊരു പേപ്പർ നമുക്ക് തിരിച്ചു കൊണ്ടുപോയി SSLC ബുക്ക് പോലെ ഒരു ചെറിയ പേപ്പറിങ് വരും. ആ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ SSLC ബുക്ക്, നമ്മുടെ +2-ൻ്റെ, നമ്മുടെ BA-യുടെ, നമ്മുടെ MA-യുടെ, നമ്മുടെ എല്ലാത്തിൻ്റെയും സംഭവം സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഈ പേപ്പർ കൂടി പിൻ ചെയ്തിട്ട് എവിടെയൊക്കെ നമ്മുടെ പേര് സബ്മിറ്റ് ചെയ്യണോ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ സംഭവം എന്താ, ഹാജിയാറെ പേര് ഈ പേരായി മാറും. ഏത് പേര്? രണ്ടാമത് മാറ്റിയുള്ള പേര് ആ മറ്റേ പേരങ്ങ് മാറി. ഈ പേപ്പറാണ് എൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇപ്പോൾ കാലത്ത് വന്നിട്ടുണ്ട്, നിയമത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമായിട്ട് ആരും കാണണ്ട. അങ്ങനെ ചിലർ കരുതുന്നുണ്ടോ, ഇനിയിപ്പോൾ എന്ത് പേര് മാറ്റി, വയസ്സ് കുറേ ആയില്ലേ എന്ന് വേണ്ട, പേരൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റാഹത്തായിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേരിടുക, നല്ല പേര് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ നല്ല പേരാണ്. അബ്ദുറഹ്മാൻ നടക്കുന്നവന് ഉസ്താഹ് പറഞ്ഞിട്ടുണ്ട് നാളെ പേര് മാറ്റിയേക്കാം, എന്നാൽ പിന്നെ മാറ്റിയിട്ട് വേറെ ഇട്ടേ. അത് വേണ്ട, നല്ല പേരുള്ളവരങ്ങനെ കടന്നോട്ടെ. മോശപ്പെട്ട പേരുകളാണ് ഉണ്ടെങ്കിൽ അവരവർക്കറിയാമല്ലോ, അവരവരുടെ പേരിൻ്റെ അർത്ഥം ഓരോരുത്തരും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ചോദിക്കണം, പള്ളിയിലെ കാളിയാരോട് ചോദിക്കണം. ചോദിച്ചിട്ട് മറുപടി പറയുമ്പോൾ കാളിയാർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണം. ഇത് കാളിയാർ തിന്നിട്ട് ചുമ്മാ പേര് മാത്രം ചോദിക്കുക. കാളിയാർ ഡിക്ഷണറി ആയിട്ടിരിക്കുക, പേര് 50 പേരും കൂടെ പറയുക. കാളിയാർ ഇതിങ്ങനെ മറിച്ച് നേരം വെളുത്ത് വൈകുന്നേരം വരെ നോക്കുക. അത് വേണ്ട. എന്നിട്ട് നോക്കി അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ശരി ചാറ്റ കൊള്ളത്തില്ല, അടുത്തൊരു പേര് കേട്ട് അസറിന് കാണാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വീണ്ടും പോകും. അത് വേണ്ട. അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഞാൻ വെറുതെ പറയല്ല, മഹലിൽ ഇരിക്കുന്നവർക്ക് അതറിയാവുള്ളൂ. അത് വേണ്ട. അപ്പം നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു അർത്ഥം പറഞ്ഞ് നല്ലൊരു പേര് ഇട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും സദക്കം കൊടുത്തേക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേരിട്ട് കൊടുക്കുക. എന്നാ പേരിടേണ്ടത്, എന്നാ പേരിടേണ്ടത് അതും പഠിക്കണമല്ലോ. ഷാഫി മതം പ്രകാരം കുട്ടി ജനിച്ച് 7-ൻ്റെ എന്നാണ് പേരിടല്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഗർഭം ധരിക്കുന്ന സമയത്ത് കുട്ടികൾ സാലിഹാകണമെങ്കിൽ കുറേ പണിയുണ്ട്, കുറച്ച് പണിയെടുക്കണം. അല്ലാതെ ചുമ്മാ പറ്റൂല. കുങ്കുമപ്പൂ കൊടുത്തിട്ടുണ്ട്, പഠിച്ചവനെ ഒന്ന് മിന്നിച്ചേക്കണേ അല്ലാ,
വെളുപ്പിച്ചിങ്ങ് തന്നാ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. കറുത്ത് കരിമാടിക്കുട്ടനായ ഒരു സാധനം ഇങ്ങ് പുറത്തു വരും. നമ്മൾ ഇതിൻ്റെ മേലല്ല ആസ്വദിക്കേണ്ടത്, നമ്മൾ അള്ളാഹയോട് ചോദിക്കണം. അള്ളാഹുവെ സാലിഹായ കുട്ടിയെത്താ അല്ലാ, നമ്മളെപ്പോഴും ദ്വാരക്കണം. ചെറിയ വിഷയം എന്നല്ല, അതൊക്കെ പറയാൻ സമയമില്ല, ഒരുപാട് പറയാനുണ്ട്. കുട്ടി സാലിഹായത്തിനുണ്ടെങ്കിൽ ഒരുപാട് വിഷയം പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ ദുആ എടുത്ത് നോക്ക്. ഖുർആനില്ലേ എന്താ അവർ ചോദിച്ചെന്താ? ഇബ്രാഹിം നബി ആരാ? പ്രവാചകനല്ലേ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പ്രായാധിക്യം ചെന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. വയസ്സ് 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, പ്രാർത്ഥന നിർത്തുന്നില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ നീ എനിക്ക് മക്കളെ നൽകുകയാണ് എങ്കിൽ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. പ്രവാചകനെ ചോദിക്കുന്നത്, പ്രവാചകൻ ചെറുതാന കാര്യമല്ല. നമ്മൾ പ്രവാചകനാണോ അതിൻ്റെ എത്തിക്കെത്തൂല, ഒന്നുമല്ല. എന്നിട്ട് നമ്മളിത് ചോദിക്കൂല. കുങ്കുമപ്പൂവൊക്കെ കലക്കിയിട്ട് കുടിക്ക്, അകത്തായിട്ട് കുടിക്ക്, പരിപാടി അല്ലേ? ചിന്തിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ. നമ്മൾ ഇന്ന് വരെ മക്കൾ ഈ പടച്ചവനെ ഈ കുട്ടിയെ സാലിഹാക്കി തരണേ നമ്മൾ വരുന്നിട്ടുണ്ടോ? മാതാപിതാക്കൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് ഒന്നുകൂടെ മനസ്സിരുത്തിക്ക്. ഇല്ല എങ്കിൽ പിന്നെന്താ? പിന്നെ നമ്മൾ 100 രൂപ എടുത്തോണ്ട് സാലിയാവും അവൻ. നമ്മൾ വരുന്നിട്ടുണ്ടോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഭൗതിക മോടിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോവുക. എല്ലാവരും കാണിക്കുന്നവരെ നമ്മളും കാണിക്കുന്നു, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെയല്ല, നമ്മൾ വ്യത്യസ്തനാകണം. നമ്മൾ മോമിനീങ്ങളാണ്, നമ്മൾ വാതൊക്കെ കേൾക്കുന്നവരാണ്. ഇതൊക്കെ അമൽ ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടുവരണം. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടി വലുതായി, നമ്മളെക്കാളും വലിയ പൊക്കമുള്ള ഹേവാനാണ്. ഇനി ഇവനെങ്ങനെ ദുആ റെഡിയാക്കാൻ? അതിനും ദുആ അടുപ്പിച്ചിട്ടില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇണകളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സാലിഹാക്കണേ അല്ലാ, കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ചോദിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ചോദിക്കണം. ഇത് പള്ളിയിൽ ഖത്തീബ് ഇരുന്നിട്ട് റബ്ബനാ ഹബ് ലനാ എന്ന് പറയുമ്പോൾ ചവിട്ടി ഇറങ്ങി ഹൈവാൻ ഓടുക. എന്നിട്ട് വെളിയിൽ വന്നിട്ട് സാറേ ഒരു 10 കോഴിമുട്ട തരുമോ, മക്കൾക്ക് ഒന്ന് മന്ദിരിച്ചിട്ടോ, അവനെ സാലിയാക്കണം, പരീക്ഷ വരുന്നുണ്ട്. ഇവിടെ ദുആയിരുന്നപ്പോൾ ഹൈവാൻ ഇവിടെ ഇല്ല, നമ്മളിറങ്ങി ഓടി. സുന്നിയായിരിക്കും, സുന്നിയാണ്, സമസ്തയുടെ അനുഭാവി എല്ലാം ഉണ്ട്, പക്ഷെ ദുആയ്ക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ മക്കൾ സാലിയാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇസാ ദ്വാരക്ക നീതാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന, ഇവിടെ ദ്വാരക്ക റാഹത്തായിട്ട്. അപ്പോൾ ഇവനില്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ. ആര് ദ്വാരുന്നതാ? ആദം നബി അലൈഹി സ്വലാം ദ്വാരുന്നതാ, പ്രവാചകൻ ദ്വാരുന്നതാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസന. ആര് ദ്വാരുന്നതാ? മുഹമ്മദ് റസൂലുള്ളാഹി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ആര് ദ്വാരുന്നതാ? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മൾ ദ്വാരക്കലുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ദ്വാരക്കുന്ന മൂല്യാര് ഹോ ഇതൊന്നും കൊള്ളൂല, ആ തീവിനെ മാറ്റാൻ ടൈമായേക്കുന്നത് പറയും. നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുത അലൈഹി സലാം ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തിയല്ലയോ? ഇന്നും നമുക്ക് അള്ളാഹു നൽകിയ 2 ആഘോഷങ്ങളിൽ ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെയും ഹാജറാ ബീവിയെയും അനുസ്മരിക്കാതെ പറ്റുമോ? ബലിപെരുന്നാൾ സുദിനത്തിൽ അനുസ്മരിക്കുന്നില്ലയോ?
പാപ്പ മകനെ കൊണ്ടുപോയാണ് മിനിയുടെ താഴ്വാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അറക്കാനുള്ള ഉദ്ദേശമാണ്. പറഞ്ഞിട്ടില്ല. ഇതാ മകനെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു, നല്ല അത്തറുതൽ തേച്ചു കൊടുത്തു. മകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു കൈയിൽ മകനെ പിടിക്കുകയാണ്, മറുകൈയിൽ കത്തിയും കയറും എടുക്കുകയാണ്. മിനിയുടെ താഴ്വാരത്തെത്തിയിട്ട് മകനെ കെട്ടിയിടുന്നതിന് മുമ്പ് ഉപ്പ ഇതാ മകനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. 7 വയസ്സുള്ള പൊന്നുമോനോട് ഒരു ഉപ്പ പറയുന്ന ഡയലോഗാണ്, പൊന്നുമോനെ നിന്നെ അറക്കാൻ ഞാൻ അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ പോയാണ്, നിന്നെ അറക്കുന്നതായിട്ട് ഉമർ. കൊച്ചുകുട്ടിയാകുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോ പറയുകയാ, വാപ്പാ അല്ലാഹു കൽപ്പിച്ചത് ചെയ്യണേ ഉപ്പാ. യാ അബതി ഇഫ്അൽ മാ തുമർ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വാക്ക് 7 വയസ്സുള്ള പൊന്നുമോ പറഞ്ഞില്ലയോ, ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. ഖുർആൻ പറഞ്ഞതുപോലെ സാലിഹായ, സഹിഷ്ണുതയുള്ള, തഖ്വയുള്ള, മതബോധമുള്ള, മതനിഷ്ഠയുള്ള, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായ സാലിഹായ മകനെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. വാപ്പ ചോദിച്ചു വാങ്ങിയതാ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സാലിഹായത് താ അല്ലാഹ്. നമ്മൾ കുങ്കുമപ്പൂ കൊടുത്തിട്ടുണ്ട് റബ്ബേ, നമ്മൾ പറയുന്നത് ആണ് വ്യത്യാസം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇവിടെ മുതലല്ല, ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ പറയാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം മൂലേ ശ്രദ്ധിക്കണം. ഭാര്യയെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തലയിൽ കൈവച്ചതെല്ലാം ദ്വാരക്കം പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് മണിയരെ കയറിയിട്ട് മുസ്ലിയാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, മുസ്ലിയാരെ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയും. എങ്ങനെയാണെന്ന് പറയുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ. എങ്ങനെയാണ് ഇനി നല്ല കാര്യങ്ങളൊക്കെ? കാരണം ഇവൻ സിനിമയും സീരിയലും കണ്ടിട്ടല്ലേ ജീവിതം പഠിച്ചത്. അതുകൊണ്ടല്ലേ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ഫോൺ വിളിയും ഈ മോശപ്പെട്ടതാകുന്ന കാണലും ഈ സംസാരവും ഈ മോശപ്പെട്ട പ്രക്രിയൊക്കെ ഇവൻ എവിടുന്ന കടമെടുത്തത്? ഏതെങ്കിലും പ്രവാചകന്മാരിലുണ്ടോ? ഒരു പ്രവാചകനും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു പ്രവാചകന്റെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി ഒരൊറ്റ പ്രവാചകനുമില്ല, പ്രവാചകന്റെ ഭാര്യമാരും വ്യഭിചരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല, ഒരു അവയവം കൊണ്ടും വ്യഭിചരിച്ചിട്ടില്ല. ആണ് പ്രവാചക അധ്യാപനം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശ്രദ്ധിച്ചില്ലേ? വലിയ അപകടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ശ്രദ്ധയില്ല, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. സക്കരിയ നബി അലൈഹി സ്വലാം എന്താ ദുആ ചെയ്തത്? റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ത്വയ്യിബായ മകനെ എനിക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധനായ മകനെ സമ്മാനമായി നൽകണേ അല്ലാഹ്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. അല്ലാഹു അതാ സന്തോഷവാർത്ത അറിയിച്ചു. ആരെ കൊണ്ട്? യഹ്യ എന്ന ഒരു മകനെ, പ്രവാചകനായി സാലിഹായ ഒരു മകനെ നൽകി. ഖുർആനിലുണ്ട് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. സൂറത്ത് മറിയമിലുണ്ട്. അദ്ദേഹത്തെ വിശദീകരിക്കുന്നു, അല്ലാഹു വിശേഷിപ്പിക്കുന്നു. നല്ല വ്യക്തിത്വമാണ് ആര്? ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാം. നല്ല സാലിഹായ ഒരു മകനെ അല്ലാഹു കൊടുത്തു. ചോദിച്ചത് അങ്ങനെയാ, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബത. ദുർരിയത്താന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല, കുട്ടിയത്താ അല്ലാ. നമ്മളൊക്കെ ദ്വാരക്കുന്നത് അങ്ങനെയാ. കുട്ടികളുണ്ടാകുന്ന ദ്വാരക്കണം, അങ്ങനെ ഒരിക്കലും പറയണ്ട. സാലിഹായ ഒരു കുട്ടിയെ തരണം, പ്രത്യേകം ദ്വാരക്കണം. കാരണം നിനക്ക് കുട്ടി ചിലപ്പോൾ അള്ളാഹു തരാത്തെന്താ? 20 വർഷമായിട്ടുണ്ടാവും ചിലർക്ക് കുട്ടികൾ അള്ളാഹു കൊടുത്തിട്ടില്ല. കുട്ടി ഉണ്ടായ പിറ്റേ ദിവസം ഹയവാൻ കഴുത്തെ പിടിക്കുന്നവനായിരിക്കും, ഗുരുത്തം കെട്ടവനായിരിക്കും. അത് നീ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണം. കാരണം അങ്ങനത്തെ ഉണ്ടല്ലോ നമ്മുടെ നാടുകളിൽ തന്നെ. അത്ര ഇതില്ലേ? സമൂഹത്തിൽ തന്നെ എത്രയില്ലേ? സമുദായത്തിൽ തന്നെ എത്രയുണ്ട് അങ്ങനെ? വാപ്പായെ ബുദ്ധിമുട്ടിക്കുന്നവർ, ഉമ്മയെ ബുദ്ധിമുട്ടിക്കുന്നവർ, ചവിട്ടുന്നവർ, തൊഴിക്കുന്നവർ, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിടുന്നവർ എത്രയാ മക്കളുണ്ട്. അതുകൊണ്ട് മക്കളുണ്ടാകലല്ല ലക്ഷ്യം. പിന്നെ അതാണ് മക്കൾ സാലിഹായി തീരണം.
അതുകൊണ്ട് അള്ളാഹു ചിലപ്പോൾ നിന്നെ പിന്തിപ്പിച്ചിട്ടുണ്ടാകും. ഇബ്രാഹിം നബിക്ക് പിന്തിപ്പിച്ചതുപോലെ നമ്മുടെ ചോദ്യം എപ്പോഴും എന്തായിരിക്കണം? സാലിഹായ സന്താനത്തെ താ അല്ലാ, സാലിഹായ സന്താനത്തെ താ അല്ലാ. എങ്കിലേ പ്രയോജനമുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ.